നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിമർശനങ്ങൾക്ക് മറുപടി. ഏകീകൃത സിവിൽ കോഡിനെതിരെ ഭിന്നതകൾ ഉയരുന്നതിനിടെ മുത്തലാഖിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പ്രധാനമന്ത്രി. ഉണ്ടാവേണ്ടത് സ്ത്രീകൾക്ക് തുല്യ അവകാശം ഉറപ്പുവരുത്താനുള്ള നടപടികൾ. മുത്തലാഖിനെ ഹിന്ദു മുസ്ലിം വിഷയമാക്കി മാറ്റരുതെന്നും മോദി. പരാമർശം ഉത്തർപ്രദേശിലെ മഹോബയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെ. സമാജ്വാദി പാർട്ടിയും BSPയും സംസ്ഥാനത്തെ കൊള്ളയടിച്ചു. BJP ലക്ഷ്യമിടുന്നത് ഉത്തർപ്രദേശിനെ ഉത്തർപ്രദേശാക്കി മാറ്റാനെന്നും പ്രധാനമന്ത്രി. പരിഹാരമില്ലാതെ യാദവ യുദ്ധം. ഉത്തർപ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാക്കി മുലായം അഖിലേഷ് പോരിന് മുറുക്കം. മുഖ്യമന്ത്രിയായ ശേഷം അഖിലേഷ് യാദവിന് തിരിച്ചറിവ് നഷ്ടപ്പെട്ടെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ മുലായം സിംഗ് യാദവ്. ഗുണ്ടകളെയും മദ്യപാനികളെയും അഖിലേഷ് പാർട്ടിയിലെടുക്കുന്നു എന്നും ആരോപണം. തർക്കം പരിഹരിക്കാൻ വിളിച്ച നിയമസഭാ കക്ഷി യോഗത്തിൽ മുലായമിന്റെ നിലപാടിനെ എതിർത്ത് അഖിലേഷ്. ശിവ്പാൽ യാദവിനോട് സഹകരിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അഖിലേഷിനെ മാറ്റില്ലെന്ന് മുലായം. സംസ്ഥാന അധ്യക്ഷൻ ശിവ്പാൽ യാദവ് അടക്കം 4 പേരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയ അഖിലേഷിന്റെ നടപടിയിൽ പ്രവർത്തകർക്കിടയിൽ ഭിന്നത. സമവായ ശ്രമങ്ങൾക്കിടെ ലഖ്നൌവിൽ പാർട്ടി ഓഫീസിന് മുന്നിൽ പ്രവർത്തകരുടെ സംഘർഷം. വളച്ചൊടിച്ച വിവാദം. ജനനി ജന്മരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ നിയമസഭയിൽ AK ബാലന്റെ പ്രസ്താവന. തന്റെ പരാമർശം വളച്ചൊടിച്ചത് സർക്കാരിന്റെയും വകുപ്പിന്റെയും പ്രതിച്ഛായ തകർക്കാൻ. വിശദീകരണം പ്രതിപക്ഷത്തിന്റെ അവകാശ ലംഘന നോട്ടീസിന് മറുപടിയായി. സഭയിൽ താൻ നടത്തിയ പ്രസംഗത്തിന്റെ CD സ്പീക്കർക്ക് പരിശോധിക്കാം. പാവപ്പെട്ട ജനങ്ങളെ മറന്ന് ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. തെറ്റ് കണ്ടെത്തിയാൽ അത് അംഗീകരിക്കാൻ തയ്യാറെന്നും AK ബാലൻ. ചോർച്ചയിൽ അന്വേഷണം. ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തലിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. ഫോൺ ചോർത്തുന്നു എന്ന പരാതി സർക്കാരിന് ലഭിച്ചിട്ടില്ല. വിവരം അറിഞ്ഞത് മാധ്യമങ്ങൾ വഴി. ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും പിണറായി വിജയൻ. അതേസമയം വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ഒഴിയുന്നതായി ജേക്കബ് തോമസ് അറിയിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ചില അസ്വസ്ഥതകൾ ഉണ്ടെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ജേക്കബ് തോമസ് തുടരണമെന്നാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ പ്രതിക്കൂട്ടിൽ നിർത്തിയത് മുഖ്യമന്ത്രിയെ എന്ന് പ്രതിപക്ഷം. ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ശീതയുദ്ധം നടക്കുന്നു. EP ജയരാജന്റെ കേസ് പരിഗണിക്കുന്നതിനിടെയുള്ള ഫോൺ ചോർത്തൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ആവശ്യം. ഇന്നത്തെ സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2825 രൂപ, പവൻ 22,600 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 സൂര്യവാസൻ ചേരും. നമസ്കാരം.